ഇനിയും ഇപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനിയൊരു പ്രാർത്ഥന ഇല്ല, ഇല്ലേ? ഇത് വളരെ സത്യമാണ്. കുറച്ച് നാൾ മുമ്പ് അപ്പോൾ ഈ ആശയത്തിൽ ഞാനിങ്ങനെ ലഹരിയിലിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഉണ്ടായ വേറൊരു ആശയമാണ്, അതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതിങ്ങനെയാണ്, മറ്റൊരു പ്രാർത്ഥനാ ശൈലി, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം ഒന്നെടുത്ത് വായിക്കാം. എല്ലാവരും ഒന്നെടുത്ത് തുറന്ന് വായിച്ചോളൂ. മർക്കോസ് 14:32 ഏറ്റുപറയാം. മർക്കോസ് 14:32 പറയുന്നത്, അവൻ ഗെത്സമനി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. മതി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. എല്ലാവരും ഒരു കരമുയർത്തി ശബ്ദമുയർത്തിയിട്ട് പറഞ്ഞുകൊണ്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? മറിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. എന്താ അതിൻ്റെ അർത്ഥം? ആരാ അവിടെ പ്രാർത്ഥിക്കണേ? അപ്പോൾ ഈശോ തന്നെ പറയാണ്, ഞാനാണ് പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് റോമറിൽ 8-ാം അധ്യായത്തിൽ. ഇപ്പം നമ്മൾ റോമർ 8:26-27 വായിച്ചത് നേരത്തെ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. അതേ അധ്യായത്തിൽ കുറച്ച് താഴോട്ട് പോന്നാൽ 8:34 എന്താ പറയണേ? 8:34 റോമർ 8:34 മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. അപ്പോൾ യേശുക്രിസ്തു ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക, യേശുക്രിസ്തു നിത്യപുരോഹിതനാണ്. നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ, ഒരു പുരോഹിതൻ്റെ ഏറ്റവും പ്രധാന ജോലി എന്താ? ഏറ്റവും പ്രധാന ജോലി ഒരു പുരോഹിതൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, ഇല്ലേ? എന്താ പ്രാർത്ഥിക്കേണ്ട വിഷയം? ഈ അച്ഛന്മാരെല്ലാം അവരുടെ എന്താണൊരു വൈദികൻ, ആരാണൊരു വൈദികൻ? ആ വൈദികനിൽ നിന്ന് ജനം എന്ത് പ്രതീക്ഷിക്കുന്നു? പ്രാർത്ഥന. പക്ഷേ കുറ്റം പറയല്ല, അവരെല്ലാം അവരുടെ സുപ്പീരിയേഴ്സ് ആയാലും അധികാരികൾ അവർക്ക് ഒരുപാട് വേറെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് എന്ത് പറയണു? അവരുടെ പ്രധാന ജോലിയായ പ്രാർത്ഥനയ്ക്ക് അവർക്ക് സമയമില്ല. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ എന്ത് പ്രാർത്ഥിക്കണം? അവരുടെ ബാക്കി എല്ലാ ജോലിയും പോട്ടെ. അവർ കർത്താവിൻ്റെ മുമ്പിൽ ലോകത്തിനെ മുഴുവനും വേണ്ടി ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നവരാകട്ടെ. എനിവേ, അപ്പോൾ അതൊരു വിഷയം. നമ്മുടെ പ്രധാന വിഷയം ഈശോ എന്ത് ചെയ്യണു? ഇപ്പോൾ പ്രാർത്ഥിക്കണു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നത് എന്താ? ഈശോ പ്രാർത്ഥിക്കുന്ന ഈശോനെ കാണുന്നത്, പ്രാർത്ഥിക്കുന്ന ഈശോ. ഇനി ഈശോയുടെ പരസ്യ ജീവിതകാലം മാത്രമാണ് നമ്മൾ അധികവും കാണുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഈശോ ചെറുപ്പം മുതൽ എന്താ ചെയ്തിരുന്നേ. അപ്പോൾ നമുക്കറിയാം,
സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ഈശോയുടെ പ്രാർത്ഥനയായിരുന്നു. സങ്കീർത്തനങ്ങളിലെ മുഖ്യ ആശയം യേശു ആണ്. യേശുവിലൂടെ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പ്രാർത്ഥനാ ഗീതങ്ങളായിട്ട് ഇസ്രായേലിനെ പരിശുദ്ധാത്മാവ് കൊടുത്തതാണ്. സങ്കീർത്തനം മധ്യസ്ഥ പ്രാർത്ഥനയുടെ മറ്റൊരു വലിയ ഉപകരണമാണ്, ഒരു പാതയാണ്. നമ്മൾ പല തരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിൽ ഏറ്റവും പുരാതനമായ ഒരു പ്രാർത്ഥനാ മെത്തേഡാണ്, ഒരു മെത്തേഡ് സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുവിന് 1000-ലധികം വർഷം മുൻപ് യേശുവിനെക്കുറിച്ചും യേശുവിലൂടെ സംസ്ഥാപിതമാകാനിരിക്കുന്ന ഈ പുതിയ പ്രപഞ്ചത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ആണ് 150 സങ്കീർത്തനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പാടി എന്നോട് കൃപയുണ്ടാകണമേ, ഇത് പ്രാർത്ഥനയാണോ? ആണോ അല്ലയോ? പ്രാർത്ഥനയാണ്. ഇനി മനസ്സിലാക്കണം, എന്താണ് കൃപ? എന്താണ് കൃപ? ഇത് നിങ്ങൾ ധ്യാനത്തിൽ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ. എന്താണ് കൃപ? എല്ലാവരും ഒന്നും ഇങ്ങോട്ട് നോക്കിയേ, കൈവീശി കാണിച്ച്. ഉറങ്ങല്ലേ? ഒരു ദിവസം ഒന്ന് അടുക്കളയിൽ നിന്നൊക്കെ വിട്ട് വിശ്രമിച്ചിരിക്കുന്ന സമയമുണ്ടല്ലേ? ഒരു ദിവസത്തേക്ക് അടുക്കളയും ചട്ടിയും കലമൊക്കെ വിട്ട് സമാധാനമായിട്ട് ഇവിടെ ഒന്ന് ഭക്ഷണം തന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഉറങ്ങാം. എന്നാൽ കുറച്ച് നേരവും കൂടി ഒന്ന് കണ്ണ് അടയ്ക്കാണ്ട് നോക്കണേ. ഒന്ന് നോക്കിയേ, ഈ വലത് കരം ഉയർത്തിപ്പിടിക്കുക. ഈ വലത് കരം ദൈവമാണ്, ദൈവീകതയാണ്. ഇടതുവശം മാനുഷികതയാണ്. കൃപ എന്നത് ദൈവീകത. നീ വലതുവശം, വലത് കൈ താഴോട്ടെടുക്കൊള്ളൂ. എല്ലാവരും വലത് കൈ ഇടത് കൈയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറണം കേട്ടോ. ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു. വിടല്ലേ. ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവികത മാനുഷികതയിൽ ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാനുഷികത ദൈവികതയായിട്ട് മാറും. അങ്ങനെയാണ് നമ്മളെല്ലാവരും, അഥവാ ലോകം മുഴുവനും ദൈവ മക്കളാകുന്നതും ദൈവീകരിക്കപ്പെടുന്നതും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളിത് വിശ്വസിക്കണം. ഈ പ്രപഞ്ചം മുഴുവനും വിശുദ്ധീകരിക്കുകയും ദൈവീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നതിന് ഉള്ള പദ്ധതി യേശുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അവർ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ കണ്ടോ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. പ്രാർത്ഥനയല്ലേ അത്? കണ്ടോ, അതിൽ തന്നെ പ്രാർത്ഥനയല്ലേ? എന്നിട്ട് എന്താ? വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കണ്ടോ അയമയച്ചെന്നെ. ഒന്നുകൂടി, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ സ്വർഗത്തിൽ നിന്ന് സഹായം ഇസ്രായേൽക്കാർക്ക് എങ്ങനെ കിട്ടും? അതാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള സഹായം. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ കൂടി തരും. എങ്ങനെയാണ്? ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. കണ്ടോ, ആര് പ്രാർത്ഥിക്കുന്നു? ഈശോ. അപ്പോൾ ഈശോ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ മനുഷ്യനായി അവതരിക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നതെല്ലാം. വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും ആ ദൈവരാജ്യത്തിന് വേണ്ടി
ഒരു ദാസൻ വരും. 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവരെൻ്റെ കൈകാലുകൾ കുത്തി തുളയ്ക്കും. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. കണ്ടോ? അപ്പോൾ ഈശോ ഈ സങ്കീർത്തനം പാടിയിരുന്ന കാലഘട്ടത്തിൽ ഇത് പാടി ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഈ കൈകാലുകളിൽ ആണിയടിക്കുന്ന അനുഭവത്തോടു കൂടിയല്ലേ പ്രാർത്ഥിച്ചിരുന്നത്? ആണോ അല്ലയോ? ആ അനുഭവം ഇന്നും നമുക്ക് ശരിക്കും ഈശോയുടെ പീഠാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ നമ്മുടെ കൈകളിലും കാലുകളിലും ആണിയടിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. അതാണ് ആ ഏകാന്തതയിലും ആ പ്രാർത്ഥനയുടെ ഐക്യത്തിലുണ്ടാകുന്നത്, ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലം മുതലേ ഈശോ ഈ സങ്കീർത്തനം പാടുമ്പോഴെല്ലാം ഈശോ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ആ ദിവസത്തെക്കുറിച്ച്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും. 118-ാം സങ്കീർത്തനത്തിൽ പാടുന്നുണ്ട്, പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കും. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. പക്ഷേ ഇത് ആരുടെ പ്രവൃത്തിയാ? എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തി? മനുഷ്യനെ രക്ഷിക്കുക എന്നതും മനുഷ്യരിലേക്ക് ദൈവരാജ്യം സംസ്ഥാപിതമാകുക എന്നുള്ളതും കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ 150 സങ്കീർത്തനങ്ങളും ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അത് നമ്മൾ വായിക്കുകയും നിങ്ങൾക്ക് പറ്റണ ട്യൂണിലൊക്കെ പാടുക. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. ഇനി എന്താ വേണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കണതെല്ലാം നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. വീട് വേണം, കൊച്ചുങ്ങളുടെ കല്യാണം നടക്കണം, വിസ കിട്ടണം, ഇതൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ചോ നിങ്ങൾ എന്ത് ധരിക്കുമെന്നതിനെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട. അതൊക്കെ നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾക്കതൊക്കെ ആവശ്യമാണ്, അതൊക്കെ താനേ വന്നോളും. മറിച്ച് സ്വർഗരാജ്യവും അവിടുത്തെ നീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൂ. അപ്പോഴാണ് നമ്മുടെ ചിന്ത മുഴുവനും വേറെ ഒരു മാനത്തിലേക്ക് ഉയരുകയുള്ളൂ. ദൈവിക രഹസ്യങ്ങളുടെ കലവറ തുറക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറണം. എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? എന്താ നിത്യജീവൻ? ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. ആ അറിവിലാണ് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ അറിവിന് ഒരു 10,000 മെത്തേഡുകളുണ്ട്. ആ അറിവ് ദൈവം തൻ്റെ ജ്ഞാനം മുഴുവനും നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ നൽകിയിട്ടുണ്ടെങ്കിലും പലരും ആ ജ്ഞാനം കാണാതെ അറിയാതെ നമ്മുടെ മാനുഷിക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. മാനുഷിക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ഭൗതികമായ പ്രശ്നങ്ങളുടെ തന്നെ കാരണം മാനുഷിക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ദൈവിക ജ്ഞാനത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. ദൈവിക ജ്ഞാനം നമുക്ക് ഉണ്ടായാലേ ഈ സുവിശേഷത്തിൻ്റെ തന്നെ മർമ്മം അല്ലെങ്കിൽ ആഴമായ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ സുവിശേഷം തന്നെ വായിക്കുന്നത് മാനുഷിക ജ്ഞാനത്തിലൂടെ ആവും. അപ്പോൾ ദൈവരാജ്യത്തെയും ദൈവനീതിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രധാന വിഷയമാകേണ്ടത്. അതിന് ഇപ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത്,
പക്ഷേ പറയുന്നു ദൈവരാജ്യവും നീതിയും അറിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ താനെ വന്നോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് താനെ കിട്ടും, വിഷമിക്കണ്ട. ഈശോയുടെ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഇച്ചിരി കൂടി ആഴമായി, അതായത് ഈശോ പറയുകയാണ് ഗെത്സമനിയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു. നമ്മൾ ചെറുപ്പം മുതലേ കുറേ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മൾ അതിൻ്റെ ആഴമായ അർത്ഥത്തിലേക്ക് പോകണം. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, എനിക്ക് മറ്റൊരു വാക്കുള്ളത് ദ ലോർഡ്സ് പ്രെയർ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ പ്രാർത്ഥന. എന്നാൽ കർത്താവ് പറയുകയാണ്, അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് അപ്പോസ്തലന്മാർ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ? കാരണം അവർ നോക്കുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആരും പ്രാർത്ഥിക്കാത്ത ഒരു രീതിയാണ് യേശു പ്രാർത്ഥിക്കുന്ന രീതി. കൈവീശി കാണിച്ച് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഉടനീളം പലരും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. അതാണ് പഴയ നിയമത്തിലെ കുറവ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പുത്രൻ തന്നെയായ ഈശോ വന്നപ്പോഴാണ് അത് സാധിച്ചതും. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പുത്രനാണ് എന്ന് ഒരുവൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയ തെറ്റാണെന്നാണ് പഴയ നിയമത്തിലെ. അതിൻ്റെ പേരിലാണ് ഈശോയെ ശിക്ഷിച്ചത്. ഈശോയെ ശിക്ഷിച്ചത് നിയമപ്രകാരമാണ്. എന്തായിരുന്നു നിയമം? ഞാൻ ദൈവപുത്രനാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെ കൊല്ലണം. അവനെ അത്രയും വലിയ റിസ്കിലാണ് ഈശോ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കൂടെ നമ്മളെല്ലാം ഉണ്ട്. അഥവാ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും പരിശുദ്ധാത്മാവും നമ്മളും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കണേ. നമ്മൾ ഒറ്റയ്ക്കല്ല. പിതാവേ എന്ന് നമ്മളെ വിളിക്കാൻ നമ്മൾക്ക് യോഗ്യത തരുന്നത് തന്നെ പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഉള്ളത് കൊണ്ടാണ്, ഇല്ലേ? റോമർ 8, എല്ലാം റോമർ 8ആണില്ലേ? റോമർ 8:14 മുതൽ 16 വരെയുള്ള എന്താ പറയണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ദൈവമക്കളാണെന്നും. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ നമുക്ക്, അപ്പോൾ ആബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയും സയൻസും അല്ല ആ വിളി. പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആബാ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്നല്ല നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഈശോയോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കാം. അതിനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. ഈശോ പിതാവേ എന്ന് വിളിക്കുന്ന പോലെ തന്നെ
നമുക്കും പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഈശോയെ പോലെ തന്നെയുള്ള ദൈവമക്കളായിട്ട്, അതാണ് ആത്മാവിൽ നൽകിയിരിക്കുന്നത്, നമ്മൾ ദൈവമക്കളാക്കിയിരിക്കുന്നു. മാത്രമല്ല കർത്താവ് യേശുവിൻ്റെ കൂട്ടവകാശിയാക്കിയിരിക്കുന്നു. ആരാക്കിയിരിക്കുന്നു? കൂട്ടവകാശി. യേശുവിനെ പോലെ പിതാവിൻ്റെ സകല സമ്പത്തുകൾക്കും സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശിയാണ് നമ്മൾ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പിതാവാണെന്നും യേശുവിന് ലഭിച്ച അതേ അവകാശങ്ങൾ ദൈവഭവനത്തിൽ നമുക്കും ഉണ്ട് എന്ന്. ഒരാൾ ഇപ്പോൾ 4 പിള്ളേരുണ്ട്, അല്ലെങ്കിൽ 2 പിള്ളേരുണ്ട്, അതിനകത്ത് ഒരാൾ ദത്തുപുത്രനാണ്. 2 മക്കളുണ്ട്. ഒരാൾ സ്വന്തം മകൻ, മറ്റൊരാൾ ദത്തുപുത്രൻ. ഈ ദത്തുപുത്രന് മുഴുവൻ അവകാശവും കിട്ടുമോ ഇല്ലയോ? ഉണ്ടോ? സംശയമായിപ്പോൾ. ആരും ഒന്നും പറയാത്തെന്താ? ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മകന് കിട്ടുന്ന അതേ അവകാശം തന്നെ ഈ ദത്തുപുത്രനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വാത്സല്യഭാചനങ്ങളാണ്. 18-ാം സുവിശേഷം 18-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ, 18-ാം സങ്കീർത്തനത്തിൽ വലത്തുകയെന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ വാത്സല്യം എന്നെ. അപ്പോൾ അവിടുത്തെ വാത്സല്യം, ഈ വാത്സല്യം എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊന്നും ഇല്ലെന്ന് തോന്നണേ. നമ്മളെല്ലാവരെയും കർക്കശമായിട്ട് നീ അല്ലെങ്കിൽ മര്യാദയ്ക്ക് പള്ളിയിൽ പോയി നല്ല അടിയിട്ടെന്ന് ഓർത്തോ, അതോടുകൂടി ഉള്ള പള്ളിക്ക് കൂടി അവസാനിച്ചു. വാത്സല്യം എവിടെയാ? അതാണ്. അപ്പോൾ ഈ വാത്സല്യം എന്നുള്ള വാക്ക് ഒരു ഇമ്പോസിഷനായിട്ട് 10 പ്രാവശ്യം നിങ്ങൾ എഴുതണം. അവിടുത്തെ വാത്സല്യം നമ്മൾ അനുഭവിക്കണം. ആ വാത്സല്യമാണ് നമ്മളെ വലിയവനാക്കുന്നത്. അപ്പോൾ അവിടുത്തെ വാത്സല്യം, നമ്മളിൽ വാത്സല്യമുള്ള മക്കളാണ് നമ്മളെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡമാണ്. നമ്മൾ പിന്നെ പിതാവ് ചോദിക്കാണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ചെയ്തു തരുന്നുള്ള ഒരു അവസ്ഥ നമ്മളിലേക്ക് വരികയാണ്. അതെല്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെ ആവശ്യമായിട്ടൊരു ഘടകമാണ്, അവിടുത്തെ വാത്സല്യം. അപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഇനി നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് ഈശോ പ്രാർത്ഥിക്കണേ, എന്താ പ്രാർത്ഥിക്കണേ? ഒന്ന്, ആബാ 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 ബാബാ ആബാ പിതാവേ. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളോട് ഒന്നാകണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച ഈ യേശുക്രിസ്തുവിനെയും എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കണം. ഈശോയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ നിത്യപുരോഹിതനായിരിക്കുന്നത് കൊണ്ട് ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഈശോയുടെ പ്രാർത്ഥന നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈശോയുടെ പ്രാർത്ഥന നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, നിത്യതയിലേക്ക്. അപ്പം ഈശോ ബാല്യകാലത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നിലനിൽക്കുന്നുണ്ടോ? ആ അർത്ഥത്തിലാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ച അതേ വരികളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ അധരം കൊണ്ട് പാടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ. അന്ന് ഈശോ പ്രാർത്ഥിച്ചത്, ഈശോയെക്കുറിച്ച് ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചത്, മാതാവ് പ്രാർത്ഥിച്ചത്, ഔസേപ്പിതാവ് പ്രാർത്ഥിച്ചത്, ഈശോ പ്രാർത്ഥിച്ചത്, അതിനുശേഷം പുതിയ നിയമത്തിൽ സകല അപ്പസ്തോലന്മാരും സകല വിശുദ്ധരും എന്നും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ. അത് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ 21-ാം സങ്കീർത്തനം
27-ാം സങ്കീർത്തനത്തിൽ ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ ആലയത്തിലവിടാനും കർത്താവിൻ്റെ ആലയത്തിലവിടത്തെ ഹിതമായാലും തൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഉണ്ടോ? ഒരു കാര്യം മാത്രം. എന്താണ് ആ ഒരു കാര്യം? ഒന്നുകൂടി പാടിയേ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടത്തെ ഹിതമാരായാനും വേണ്ടി. ഇതൊക്കെ ഈശോയുടെ പ്രാർത്ഥനയാണ്. നമുക്കിതിൽ കൂടുതൽ വല്ലതും വേണോ? ഇത് മാത്രം നമ്മൾ പാടി പ്രാർത്ഥിച്ചാൽ ദൈവമേ, വിശ്വാസി സമൂഹം മുഴുവനും ഈ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് അവർ വേറെ ഒന്നും വേണ്ട, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുന്നവരാകണം. കർത്താവിൻ്റെ ആലയത്തിൽ എന്നും ജീവിക്കുന്നവരാകണം. ഓക്കെ, അപ്പം ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എന്ന ബോധ്യത്തിൽ സങ്കീർത്തനങ്ങളും പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ ഈശോ പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഈശോയുടെ എല്ലാ വചനവും ഇപ്പോൾ ഈ 14-ാം അധ്യായത്തിൽ തന്നെ, മർക്കോസ് 14-ാം അധ്യായത്തിൽ തന്നെ, നിങ്ങളിവിടെ ഇരിക്കുവിൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 32 39 വായിച്ച് 39 36 പറയുകയാണ്, അവൻ അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. വീണ്ടും പോയി അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. എത്രയാണത്? 39. അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു ആ വചനം? അതിന് തൊട്ട് മുമ്പത്തെ, അപ്പം 36 വായിച്ചേ. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈശോ പ്രാർത്ഥിച്ചാണ്, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കണ്ടോ പ്രാർത്ഥന? കണ്ടോ? അപ്പം നമ്മൾ ഈശോ അത് പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയുടെ ശാഖയാണ്. ഈശോ മുന്തിരിച്ചെടിയാണ്. ആ മുന്തിരിച്ചെടി എല്ലാ സാപ്പ് അല്ലെങ്കിൽ ആ ജീവജലം വലിച്ചെടുത്ത് ശാഖയ്ക്ക് കൊടുക്കുകയാണ്. ശാഖയ്ക്ക് കൊടുക്കുന്നു. നമ്മൾ എന്തിനാണ് അടുത്തിരിക്കുന്നത്? അത് വാങ്ങുക, അത് വാങ്ങി ലോകത്തിന് കൊടുക്കുക. നമ്മൾ ആ മുന്തിരിച്ചെടിയും ലോകവും തമ്മിലുള്ള ഒരു ശാഖയാണ്. മുന്തിരിച്ചെടി പിതാവിൽ നിന്നും വാങ്ങി ശാഖയിലേക്ക് ഒഴുക്കുന്നു, ശാഖ ലോകത്തിലേക്ക് ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നു. ആ നമ്മളെ സംബന്ധിച്ച് ആ പൈപ്പ് ലൈൻ പോലെയാണ്. അതും പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ ആ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ഒരു വലിയ സംഭവം ഒഴുകി ലോകത്തിലേക്ക് പ്രവഹിക്കുന്നു. അതാരാ? അതെന്താ? അത് യേശു തന്നെയാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയോടൊപ്പമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും. ഇത് ഇനി വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഈ രണ്ട് കാര്യം എന്തെല്ലാമാണ്? ഒന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, മറ്റൊന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിതാവ് എന്താ ചെയ്യണേ? പിതാവ് നമുക്ക് വേണ്ടി നമുക്ക് തരാനുള്ളത് ഒരുക്കി മുൻകൂട്ടി വച്ചിരിക്കുകയാണ്. നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയോടൊപ്പം പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം
നിങ്ങൾക്ക് എന്താണ് ആവശ്യം. നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ദാനങ്ങളെ പരിഗണിക്കാതെ നമ്മുടെ തന്നെ ബുദ്ധിയിൽ രൂപം കൊണ്ട ദാനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് കിട്ടും. പക്ഷേ ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കണമെന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല മലകയറ്റത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുകയാണ്. ഒരമ്മച്ചി വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കി ഊണിന് വേണ്ടി. അപ്പോഴാണ് ചിന്തിച്ചത് ഈ കറി വളരെ എരിവും പുളിയൊക്കെ ഉള്ളതാണ്, ഇത് കുഞ്ഞിന് ഈ കറി കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് കുഞ്ഞിന് മകൾക്ക് വേണ്ടി വേറെ എരിവില്ലാത്ത വേറെ ഒരു പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണം ഉണ്ടാക്കി. നമ്മൾ വേണമെങ്കിൽ പറയാം പായസം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അതുപോലെ എരിവില്ലാത്ത ഒരു വിഭവം ഉണ്ടാക്കി. മമ്മി വളരെ സന്തോഷത്തോടെ ഉണ്ടാക്കിയതാണത്. ഇതെൻ്റെ മോൾക്ക് നല്ലതാണ്, അവളിപ്പോൾ ഈ എരിവൊന്നും കഴിക്കരുത്, അത് കഴിച്ചാൽ അതിൻ്റെ തൊണ്ടയും വായെല്ലാം എരിയും, അതിന് ഉറങ്ങാൻ പോലും പറ്റില്ല. പക്ഷേ ഊണ് മേശയുടെ അടുത്ത് വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇതെല്ലാം വിളമ്പിയപ്പോൾ ഈ കുട്ടി കിടന്ന് കരച്ചിലോട് കരച്ചിൽ. കുട്ടി കരയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് മമ്മിയും പപ്പയും കഴിക്കണത് മാറ്റി. എനിക്ക് മോളെ ഇത് കഴിച്ചു, ഇത് നീ കഴിച്ചാൽ കൊള്ളില്ല, ഇത് നിനക്ക് കൊള്ളില്ല, ഇത് നിനക്ക് കഴിച്ചാൽ വയറിന് അസുഖം, എനിക്ക് മമ്മി കഴിക്കണത് തന്നെ മതി. വേണ്ട മോളെ. കരച്ചിൽ, ഈ കരച്ചിലെല്ലാം പ്രാർത്ഥനയാണ് ഇല്ലേ? ഒരുപക്ഷെ 9 പ്രാവശ്യം കരഞ്ഞു എന്ന് വിചാരിച്ചോ, അതിനാണ് നൊവേന എന്ന് പറയണേ. ഇപ്പോൾ ഉദ്ദിഷ്ട കാര്യം കിട്ടിയോ? അപ്പോൾ അപ്പം പറഞ്ഞു എന്നാൽ ശരി അതിന് കൊടുക്കുക, ചോദിക്കണത് കൊടുത്ത് കാര്യം അവസാനിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കരച്ചിൽ ഇന്ന് നിൽക്കുകയുമില്ല, നമുക്കും ഒരു സമാധാനം ഉണ്ടാവില്ല, അതോ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ചോദിക്കണത് കൊടുക്കുക. യോഹന്നാൻ ക്രൂസ് പറയാണ്, ഇങ്ങനെയാണ് നമ്മുടെ അധികവും പ്രാർത്ഥനകൾ. ചോദിച്ച കാര്യം കിട്ടി, പക്ഷേ പിതാവ് ഒരുക്കിയിരിക്കുന്ന കാര്യം അവിടെ ഇരിക്കുകയാണ്. പിതാവ് ഒരുക്കി വച്ചിരിക്കുന്ന കാര്യം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ച കാര്യം കിട്ടുന്നതല്ല, ദൈവഹിതം അനുസരിച്ച് ദൈവം മുൻകൂട്ടി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മൾ കൈപ്പറ്റാനുള്ള മനസ്സുണ്ടാകണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ ആരാകണം, എന്താകണം, എന്തെല്ലാം ഇവനിലൂടെ ചെയ്യാനുണ്ടെന്നുള്ളത് ദൈവം മുൻകൂർ പദ്ധതി ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട വരദാനങ്ങളെല്ലാം ദൈവം അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സാക്ഷര കേരളം, എന്ത് കാര്യത്തിലാണ് കേരളത്തിൻ്റെ സാക്ഷരത? ടീച്ചറെ ക്ഷമിക്കണേ, നമ്മൾ എല്ലാം പഠിക്കണം, വലിയ ആളാവണമെന്നല്ലേ? നമ്മളെന്താ പഠിപ്പിക്കണേ? മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, കാൽക്കുലസ്, ഇതൊക്കെ അവൻ്റെ തലയിൽ അരക്കി ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ഒരു കണക്കേ ഉള്ളൂ, കാശ് കിട്ടണ കണക്ക്. ഇതിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ട് എന്താ? റോക്കട ആപ്പോ. ഗുജറാത്തിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും റോക്കട എന്ന് പറഞ്ഞാൽ റൊക്കം കാശ് എന്ന് പറഞ്ഞ മാതിരില്ലേ, അവരോട് എന്ത് പറഞ്ഞാലും റൊക്കം കാശുണ്ടോ എന്ന് അത് മാത്രമേ അവർക്ക് ചോദിക്കാനുള്ളൂ. എന്ന് പറഞ്ഞ മാതിരി നീ ഇതൊക്കെ പഠിച്ചുകൊണ്ട് എന്ത് കിട്ടാനാണ്? നീ നന്നായിട്ട് പഠിച്ച് വലുതായി നല്ല ജോലിക്കാരനായി വലിയ കാരിയർ ബിൽഡിംഗ് നടത്തി എന്നാലല്ലേ നിനക്ക് നല്ല വീട്ടിലെ നല്ല കാശുള്ള ആൾക്കാർ പെണ്ണ് തരുള്ളൂ. എന്നിട്ട് നീ വലിയ വീടുണ്ടാകണം, 2 കാറുണ്ടാകണം, അങ്ങനെ നല്ല ജീവിതമാകണം. ഇത്രയുമ്പോഴേ നമ്മളായിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്.
ഒരമ്മച്ചി പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ മോൻ ഇവിടെ നന്നായിട്ട് പഠിച്ചു, അവന് സ്കോളർഷിപ്പ് കിട്ടി, അവനിവിടെ ആയിരുന്ന സമയത്ത് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയിരുന്ന് കുർബാനയ്ക്ക് കൂടിയിരുന്ന ചെറുക്കനാ. പക്ഷേ അവൻ ഫോറിനിൽ പഠിക്കാൻ പോയി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ വന്നിട്ട് ഇപ്പോൾ പറയാണ്, ഞാനൊരു നിരീശ്വരവാദിയാണ്, നിരീശ്വരവാദി അസോസിയേഷനിൽ മെമ്പറാണ്, മമ്മിയും പപ്പി പറയണതൊന്നും ശരിയല്ല, ദൈവം എന്നൊരാളില്ല, അതൊക്കെ വെറും നിങ്ങളുടെ ഭാവനകളാണ് എന്ന് പറയും. ഇത് ആരെ, എൻ്റെ മോൻ തന്നെയാണോ ഇത്? ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇവൻ ഇത്രയും പഠിപ്പിച്ചത്? എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവനെ പഠിപ്പിച്ചത്? ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. ശരിയാണ് ബ്രദറെ, അവനെ ഫോറിനിൽ പഠിക്കാൻ അയക്കേണ്ടിയില്ലായിരുന്നു. അപ്പോൾ അതിലുള്ള ദൈവികത നമ്മൾ അറിയാണ്ട് സ്കോളർഷിപ്പ് കിട്ടി, നമ്മൾ അയച്ചു കളയാം. അവിടെ ചെന്ന് ആൾ പറയണത് വേറെ, ഇനി ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞുകൂടാ. മനസ്സിലാവണ്ട പറഞ്ഞത്? ഈശോ പറഞ്ഞത് എന്താ? ഞാൻ എപ്പോഴും ഇവിടെ തന്നെ പറയാറുള്ളൊരു കാര്യമാണ്. ഈ കേരള സഭ 2000 വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസത്തിൻ്റെ പൈതൃകമുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന സഭ. കുറ്റം പറയല്ല, നമ്മൾ വളരേണ്ട ഒരു മാർഗം, നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. 30-31 രൂപതകളുണ്ട്, അതിന് 5000-ലധികം ഇടവകകളുണ്ട്, 5000 ഇടവകകൾക്ക് 6000 സ്കൂളുകളുണ്ട്, അതനുസരിച്ചുള്ള ട്രെയിനിങ് കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുകളുണ്ട്, എൻജിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. എന്നാൽ ഒരു ബൈബിൾ കോളേജ് പോലും ഇല്ല, ഒരു ബൈബിൾ കോളേജ് പോലും ഇല്ല. സഭയ്ക്ക് അതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? അതിന് സ്ഥലമില്ലാഞ്ഞിട്ടാണോ? പഠിപ്പിക്കാൻ വൈദികരില്ലാഞ്ഞിട്ടാണോ? അല്ല, ജനത്തിന് ആവശ്യമില്ല. ജനത്തിന് അതിനുള്ള ദാഹം ഒരുപക്ഷെ ഇതുവരെ ആയിട്ടില്ല. ജനം ഇപ്പോഴും ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ സമ്പൽ സമൃദ്ധമായ ഭൗതിക വ്യവസ്ഥിതി ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇത് ബൈബിളിൻ്റെ അന്തസത്തയ്ക്ക് ശരിയാണോ? പറയും. കർത്താവ് പറഞ്ഞത് എന്താ? മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 25 വർഷമായിട്ട് എൻ്റെ ജോലി എല്ലാം ഉപേക്ഷിച്ച് ഫുൾ ടൈം, പലരും റിട്ടയർ ആയിട്ടാണ് ജോലി കർത്താവിന് വേണ്ടിയൊക്കെ, കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെയും വിളിയാണ്. പക്ഷേ എന്നെ കർത്താവ് വിളിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കെ തന്നെ എൻ്റെ ജോലി ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യാനും. ഇതാരെങ്കിലും ഇന്നത്തെ കാലത്ത് സമ്മതിക്കുമോ? പറയും. നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഉദിക്കുന്നില്ല. അതൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ട എന്തിനാ? അങ്ങനെ ഇരിക്കുകയാണ് ദൈവം എന്നെ ഇതിലോട്ട് വിളിച്ചത്. എനിക്ക് ഒരു സ്റ്റൈഫൻഡോ എവിടെ നിന്നെങ്കിലും സഭയുടെ ഏതെങ്കിലും തരത്തിൽ നിന്ന് മാസം ഇത്ര പൈസ വരുമാനമെന്നോ ഒന്നും ഇല്ല, അന്ന് പ്രതീക്ഷിക്കില്ല. കർത്താവ് പറഞ്ഞു, നീ ആകാശത്തിലെ പക്ഷികളെക്കാൾ ശ്രേഷ്ഠനാണോ? തീർച്ചയായിട്ടും. എങ്കിൽ ആകാശത്തിലെ പക്ഷികൾക്ക് ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് തരും. ഈ വിശ്വാസം, ഈ വചനം മാത്രമാണ് എൻ്റെ സാലറി സ്ലിപ്പ്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അങ്ങനെ ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള അൽമായർ സഹിതം ഒരു ചാവർപ്പടയായി ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ടാകണം. അതാണ് നമ്മുടെ സഭ. ഈ ഇടയ്ക്ക് പരിശുദ്ധാവ് പറഞ്ഞു, രക്തസാക്ഷികളില്ലാത്ത സഭ സഭയല്ല എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി അത്രയ്ക്കുള്ള ഒരു വിശ്വാസ ചൈതന്യം നമുക്ക് വേണം. നമ്മൾ എന്താ പ്രാർത്ഥിക്കണത്? നമ്മൾ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് എന്താ? ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യം എന്ന് പറഞ്ഞ്, ധനവാന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ്റെ ധനം കുറേ പോകണം. അവൻ ദരിദ്രർക്കത് കൊടുക്കാൻ തയ്യാറാകുമ്പോഴല്ലേ അവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഇതൊരു കമ്മ്യൂണിസം അല്ല ഞാൻ പറയണത്.
റേരും നൊവേരും എന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. എനിവേ, അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധികം പ്രാർത്ഥിക്കാതെ ദൈവികമായ രഹസ്യങ്ങളുടെ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനുഷ്യർ ദൈവത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്കും വിശ്വാസത്തിലേക്കും വരാനും സുവിശേഷത്തിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങുന്ന ചെറുപ്പക്കാർ തന്നെ വേണം. അയ്യോ, നീ ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നീ എങ്ങനെ ജീവിക്കൂടാ, നീ എങ്ങനെ ജോലി ചെയ്യൂടാ, നീ ജോലി ചെയ്തില്ലേ നിൻ്റെ കുടുംബം, അപ്പോൾ പിന്നെ എന്താ വിശ്വസിക്കുന്നത് നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളുടെ പല പ്രസ്ഥാനങ്ങളും പൈസ സമാഹരിച്ചിട്ട് അത് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതാണോ വിശ്വാസം? കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ്. അപ്പോൾ ആർക്കാണ് അതിൻ്റെ റിയൽ ബെനിഫിറ്റ്? ആ ബാങ്കിന്. ആരുടെ ബാങ്കിലാണോ ഡെപ്പോസിറ്റ്, ആ ബാങ്ക് ആ പൈസ വെച്ചുകൊണ്ട് ക്രയവിക്രയം ചെയ്യണു. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ വേർപ്പിൻ്റെ പൈസ സഭയിലെ പ്രസ്ഥാനത്തിന് നമ്മൾ ഡൊണേഷൻ കൊടുത്തു. ആ ഡൊണേഷൻ ബാങ്ക് വ്യവസായം ചെയ്യണു. നമ്മളതിൻ്റെ പലിശ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണു. എങ്ങനെയാണ് വളരുക? ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുക? എന്താ വചനം പറയണത്? എന്താ കർത്താവ് പറയണത്? നീ കളപ്പുരകളിൽ ശേഖരിക്കരുത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഷോക്കടിച്ച് വേണ്ട ദൈവമേ, നമ്മൾ എവിടെയാ? ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾ മര്യാദയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താഞ്ഞിട്ടാണ്. മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ് ഇതിന് ഉത്തരവാദി. അഥവാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവിക രഹസ്യങ്ങളുടെ ഖജാന തുറക്കാൻ വേണ്ടി, ദൈവിക ജ്ഞാനവും വിശ്വാസവും പടരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം ടോം അച്ഛനെ മോചിപ്പിക്കാൻ വേണ്ടി ലോകം മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് മോചിപ്പിച്ചോ? മോചനം കിട്ടിയോ? ഇല്ല. സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടും മോചനം കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നു പ്രാർത്ഥിക്കേണ്ടത്? സഭ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കണം. കാരണം ദൈവജനമാണ്, അവരുടെ വേദനയായിരിക്കാം. പക്ഷെ ദൈവഹിതം അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. എന്താ അതിൻ്റെ ഉള്ളിലുള്ള വേറൊരു ദൈവഹിതം? ദൈവഹിതം തോമാസ് ലീഹായുടെ സഭയാണിത്. അവൻ തോമാസ് ലീഹായുടെ ഒരു വീരമകനാണ്. എന്താ തോമാസ് ലീഹ പറഞ്ഞിട്ടുള്ളത്? മറ്റൊരു അപ്പസ്തോലനും പറയാത്ത ഒരു വാക്ക് തോമാസ് ലീഹ പറഞ്ഞേക്കണേ. എന്താ പറഞ്ഞേക്കണേ? വരുവിൻ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഈ വചനം നിറവേറണോ വേണ്ടയോ? ടോമച്ചൻ്റെ ബന്ധുക്കൾ തന്നെ പറയാറുള്ളത്, അദ്ദേഹത്തോട് അന്നേ പറഞ്ഞതാണ് അവിടെ നിന്ന് പോരാൻ. അദ്ദേഹം പറഞ്ഞു, എന്തി പറയണേ, എന്നെ അവിടെ ഒരു മിഷനറി ആയിട്ട് അയച്ച ഞാൻ അത് വേണ്ടാന്ന് വെച്ച് പോരുകയോ? ഞാൻ പുരോഹിതനായത് ദൈവത്തിൻ്റെ ജീവിതം സമർപ്പിച്ചു. സമർപ്പണമാണ് എൻ്റെ. ഞാൻ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കണേ. ഇതാണോ നമ്മുടെ ബേസിക് വിശ്വാസം? ഇതല്ലേ നമ്മുടെ യഥാർത്ഥ വിശ്വാസം? എന്നിട്ട് പിന്നെ എന്തിനാ ലോകം മുഴുവനും ഇപ്പോൾ അച്ഛനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ? അച്ഛനെ വിട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ? ഈ അച്ഛൻ്റെ ഒരു ടേപ്പ് പുറത്ത് വന്നതോടുകൂടി എല്ലാവരും വിശ്വസിച്ചത് അച്ഛനാ പറഞ്ഞെന്ന്. ഈ എന്താണ് എതിരാളികൾ എന്ന് പറഞ്ഞാൽ ഭീകരരുടെ പിടിയിലുള്ള ആൾ സ്വന്തം കാര്യം പറയാൻ അവർ സമ്മതിക്കുമോ? ഇത് അവർ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം തത്തമ പരടമാരി ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് ടേപ്പായിട്ട് ഇറക്കിയിരിക്കണത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് അച്ഛൻ്റെ മനസ്സല്ല അവിടെ പറയണമെന്നുള്ളത് 100% നമ്മൾക്കറിയാം. അച്ഛൻ പോപ്പിനെ കുറ്റം പറഞ്ഞ് പറയോ? പോപ്പ് എന്ത് ചെയ്തു, സഭ എന്ത് ചെയ്തു എന്നൊക്കെ അവർ അച്ഛനെ കൊണ്ട് ഇന്നതൊക്കെ എഴുതി പറയിപ്പിച്ചിരിക്കുകയാണ്. അതിപ്പോൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് കാണാം. അത് അവിടെ അങ്ങനെ എഴുതി വെച്ചത് ഒരാൾ വായിച്ചാൽ പോരെ. ആ പറയണ ടേപ്പിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് അച്ഛൻ്റെ ഉള്ളിൽ നിന്നല്ല വരുന്നത്, ഇത് വേറൊരാൾ പറയിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ഭീകരപ്രവർത്തകരുടെ സാധാരണ പരിപാടിയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ
ഒരു വീരപുരുഷൻ ശത്രുപാളയത്തിലെത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ശത്രുപാളയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരാത്മാവുണ്ട്. അവൻ്റെ ഉള്ളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ, അവൻ്റെ ആത്മാവിലൂടെ അവിടേക്ക് പ്രകാശം ഒഴുകണം. അതിന് പറ്റിയ ഒരു സന്നാഹം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ഏതുപോലെ മറ്റേ ജൂഡിത്ത് ഹോളോഫർണസിൻ്റെ അത് പോയ പോലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി. കർത്താവിൻ്റെ ഒരു സ്ട്രാറ്റജിയാണത്. അതിനു വേണ്ടി കർത്താവ് പണ്ടേ തിരഞ്ഞെടുത്ത ഒരുവനാണ്. അവൻ്റെ ആത്മാവിലൂടെ അവിടേക്ക് ശക്തി ഒഴുകാൻ നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. എങ്ങനെയായാലും ഒരു മനുഷ്യന് കുറേ നാൾ കഴിയുമ്പോൾ മരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ വൈദികർ ബസ് മുട്ടിയും കാറിടിച്ചും സ്കൂട്ടർ അപകടത്തിലും എന്തോരം മരിക്കണം. ചെറുപ്പം വൈദികൻ സ്കൂട്ടർ ഇടിച്ച്, വണ്ടി ഇടിച്ച് ടപ്പേന്ന് മരിച്ചു എന്ന് പറയണം. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കും. എങ്ങനെയായാലും ഇവിടെ വന്ന് മരിക്കണോ അവിടെ കിടന്ന് മരിക്കണോ? ഏതാണ് പ്രോഫിറ്റ്? ദൈവരാജ്യത്തിന് പ്രോഫിറ്റ് എന്താ? നമുക്കൊരു രക്തസാക്ഷിയാകണത് എവിടെ വെച്ചാണ്? അതാണ് നമ്മളെല്ലാവരും ഈ ദൈവത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്നതാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയണത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ കർത്താവിൻ്റേതാണ്. അത്തരത്തിലുള്ള ഒരു പൈതൃകമാണ് സഭയുടെ പൈതൃകം. അതാണ് രക്തസാക്ഷികളുടെ ചുടുനിണത്താലാണ് സഭ വളർന്നിട്ടുള്ളൂ. ഇനിയും സഭ ശക്തമായി വളരണമെങ്കിൽ കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടാകണം. അതുപോലെയുള്ള കമ്മിറ്റ്മെൻറ്റ്. ഇവിടെ IS-കാർ രക്തസാക്ഷിയാകണേന് അവർക്കൊരു കുഴപ്പമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മരിക്കാൻ ആളുകൾക്ക് ഭയങ്കര തീഷ്ണത. ജവാന്മാർക്ക് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഒരു പ്രശ്നമില്ല. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണ് പ്രയാസം. എന്തുകൊണ്ടാണ്? അവൻ ഇപ്പോഴും ശരിയായ ക്രിസ്ത്യാനി ആയിട്ടില്ല. അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ജ്വലിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ അവൻ തയ്യാറാകണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം. ദൈവരാജ്യം പടരണമെങ്കിൽ ഈ ചളങ്ങിയ വിശ്വാസം കൊണ്ടൊന്നും പടരാൻ പോണില്ല. ക്ഷമിക്കണം കേട്ടോ, എനിക്കിത് പറയുമ്പോൾ ഞാൻ ചൊലിക്കുകയാണ്. കാരണം ഞാൻ ഈ ഉത്തരേന്ത്യയിലെല്ലാം പോയി തോക്കിന് മുമ്പിൽ വെച്ച് വചനം പറഞ്ഞിട്ടുള്ളതാണ്. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ടും കൊന്നോളൂ, പക്ഷേ ഞാൻ വചനം പ്രഘോഷിക്കും. എന്നിട്ട് ഒരു വട്ടം പിറ്റേ ദിവസം മറ്റേവർ വന്ന് തടുത്തു നമ്മുടെ ആൾക്കാരെയൊക്കെ. ഉടനെ പോലീസ് വന്നു. അവിടെ താൻ പോലീസ് വന്നു, ഇവരെയൊക്കെ പറഞ്ഞു വിട്ട് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവർ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഇയാൾ നമ്മുടെ മതത്തിനെതിരായിട്ട് സംസാരിക്കും. ഉടനെ കളക്ടർ ഓർഡർ ഇട്ടു. പോലീസ് 5 വാൻ പോലീസാണ് വന്നത്. പോലീസിനോട് പറഞ്ഞേക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇയാൾ മറ്റ് മതങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അറസ്റ്റ് ചെയ്തോളൂ. ചോദിക്കണ്ട, ഉടനെ അറസ്റ്റ് ചെയ്തോളൂ. നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുണയല്ലേ നമ്മൾ പറയണേ. 3 ദിവസം ഈ 5 വണ്ടി പോലീസ് അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷയുടെ നേരത്ത് ഒരാളുടെ തോളിലെ എല്ലിൻ്റെ വേദന മാറുന്നു എന്ന് പറയുമ്പോൾ പോലീസുകാരൻ കൈപൊക്കണം. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം, പോലീസുകാർക്ക് സുഖമായ ഭക്ഷണം. അങ്ങനെ 3 ദിവസം ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ ഭീകരർ വന്ന് ആക്രമിച്ചതുകൊണ്ടല്ലേ. അങ്ങനെയുള്ള അതാണ് കൂര പൊളിച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കൂര പൊളിച്ച് വിശ്വാസ്യത്തെ നേടണം. കൂര പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൂര എന്ന് പറയുന്നത് ലോകമുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളുമാണ്. അതിനെ വിശ്വാസത്തിലൂടെ പൊളിക്കണം. നമ്മൾ അതിനെ വിശ്വാസത്തിലൂടെ നമ്മൾ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോയും പരിശുദ്ധാത്മാവിനോടൊപ്പം പ്രാർത്ഥിക്കണം. അപ്പോൾ കൂര പൊളിയും. നമുക്കെതിരെ വരുന്ന സകലത്തെയും ഒരു അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കുന്ന കർത്താവിൻ്റെ ശക്തിയാണ്
നമ്മുടെ ഉള്ളിലുള്ളതെന്ന് വിശ്വസിക്കണം. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിഷയം വേറൊന്നായി, ഇപ്പോൾ വിശ്വാസമായി ഇല്ലേ? കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലൂടെയാണ് ശക്തി ഒഴുകണത്. വിശ്വാസമാണ്. ഇപ്പോൾ ആ ഒരു പെണ്ണ് വന്നിട്ട് ഈശോയോട് പറഞ്ഞു, എൻ്റെ മകള് പിശാച് ബാധിച്ച് കിടക്കുകയാണ്, നീ ഒന്ന്. ഈശോ തിരിഞ്ഞു നോക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ പോലെ അപ്പസ്തോലന്മാർ ഈശോയോട് വന്ന് പറയും, ഈശോയെ ഈ സ്ത്രീ പറയണത് അവരുടെ ആവശ്യമൊന്നും അല്ലേ, ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥനയില്ലേ? അവർ ഈശോ അപ്പോൾ പറയാണ്, ഇത് മക്കൾക്കുള്ളതാണ്. മനസ്സിലായിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞപ്പോൾ പറഞ്ഞ് മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. ഒരു സാധാരണ പെണ്ണാണെങ്കിൽ അവളവിടെ നിൽക്കുമോ? എന്നെ നായിന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ആൾ പോയേനില്ല, അവിടെ നിന്ന് പോയില്ലയോ? ഞാൻ ഇനി ആരുടെ പോയില്ല. ഞാൻ വലിയ കാര്യത്തിന് വന്നിട്ട് എന്നെ 3 പ്രാവശ്യം ഞാൻ കൊഞ്ചി കരഞ്ഞ് എന്നിട്ടൊന്ന് ഗവനിച്ചില്ല. എന്താളാണ്? അവസാനം നായിന്ന് വിളിച്ചത്. പക്ഷേ അവൾ വിശ്വാസം കണ്ടോ? വളരെ സമാധാനമായിട്ട് അവൾ പറയാണ്, കർത്താവേ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വരുന്ന അപ്പക്കോഷം കൊണ്ടാണല്ലോ ജീവിക്കണം. ഈശോ അവളെ സൂക്ഷിച്ച് നോക്കി. എന്താ ഈശോ അവിടെ കണ്ടത്? വിശ്വാസം. നമ്മുടെ ജനങ്ങളിൽ പോലുമില്ലാത്ത ഒരു വിശ്വാസം. എന്നിട്ട് ഈശോ പറയാണ്, കണ്ടോ ഇതാരാ? വൈദികനാണോ? കന്യാസ്ത്രീയാണോ? മെത്രാനാണോ? ഒരു സാധാരണ വിജാതീയ പെൺകുട്ടി. അവളോട് പറയാണ്, നീ പോയിക്കൊള്ളുക, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. നമ്മുടെ വിശ്വാസമാണ്. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്ന് പറഞ്ഞേ, ആരെങ്കിലും വിശ്വസിക്കുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. ആര് പറയണ കാര്യം പറയണത്? അച്ഛനാണോ? മെത്രാനാണോ? മാർപ്പാപ്പയാണോ? ഒന്നുമല്ല. ആരെങ്കിലും. കേട്ടോ, വാക്ക് കേട്ടോ, ആരെങ്കിലും എന്തെങ്കിലും. കേട്ടാണ്, ആരെങ്കിലും എന്തെങ്കിലും. 2 മധ്യത്തിൽ എന്താ? എന്തു ചോദിച്ചാലും. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരനുഭവമാണ് മനുഷ്യനുണ്ടാകേണ്ടത്, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ മാനുഷിക ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവക ജ്ഞാനത്തിലൂടെയാണ് വിശ്വസിക്കേണ്ടത്. 1 കൊരിന്ത്യസ് 2:5 1 കൊരിന്ത്യസ് 2:5 ഇത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണ്. പൗലോസ് പറയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ബോധ്യമല്ല, ദൈവശക്തിയാണ്. അതെല്ലാവരും ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട എന്തെങ്കിലും വിശ്വസിച്ചുകൊണ്ട് നടന്നാൽ പോരാ. ഒന്ന്, ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ആഴമായി പ്രാർത്ഥിക്കണം. ദൈവിക ജ്ഞാനം വ്യക്തിപരമായി നമ്മളിൽ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട പ്രധാനമായ 2-3 പോയിൻ്റ് ഇതാണ്. ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അശുദ്ധാത്മാവ് അഥവാ പിശാച് ആരാണ്? പിശാച് മാലാഖമാരായിരുന്നവരായിരുന്നു. പിശാചില്ലേ? മാലാഖമാരായിരുന്നവരെങ്കിൽ അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? മാലാഖമാരാരായിരുന്നു? ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവമോ? സൃഷ്ടാവ്. കണ്ടോ വ്യത്യാസം? സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മാലാഖമാരുടെ പതനത്തിലൂടെയാണ് പിശാചുണ്ടായത്. എങ്കിൽ പിശാചിൻ്റെ ശക്തി അനന്തമാണോ? ആണോ? ഒരിക്കലും അല്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയോ അനന്തമാണ്. സർവാധിപനാം കർത്താവേ ഓക്കെ. അപ്പോൾ സർവാധിപനാണ് കർത്താവ് എങ്കിൽ കർത്താവ്
ലോഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇപ്പോൾ ചില വലിയ വലിയ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും ഒരു മീറ്റിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പഞ്ചായത്തിലായിരിക്കും മീറ്റിംഗ്. പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് ആണെങ്കിലും പറയും ഒരാൾ അദ്ദേഹമാണ്, ഹീസ് ദ ലോഡ്, പുള്ളി ഇവിടുത്തെ പ്രഭുവാണ്, പ്രഭു, ലോഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാത്തിലും വലിയവൻ എന്ന പോലെ ലോഡ്. നമ്മൾ പ്രൈസ് ദ ലോഡ് എന്ന് പറയുന്നുണ്ട്. എന്താ പ്രൈസ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ കർത്താവാണ് എല്ലാത്തിൻ്റെയും മുകളിൽ. ബാക്കി സൃഷ്ടി പ്രപഞ്ചം മുഴുവനും അവൻ്റെ താഴെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ കൂട്ടത്തിൽ ഒരു സൃഷ്ടിയാണ് പിശാച്. പിശാചിന് അതിൻ്റേതായ ശക്തി ഉണ്ടാകാം, പക്ഷേ ദൈവം അറിയാതെ സൃഷ്ടിക്ക് അനങ്ങാൻ പറ്റുമോ? അനങ്ങാൻ പറ്റില്ല. എന്നാൽ ദൈവം സൃഷ്ടിയായ പിശാചിനെ പലതും ചെയ്യാൻ അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പൂർവ്വ ഔസേപ്പിനെ സഹോദരന്മാർ തല്ലി ചതച്ച് കിണറ്റിലിട്ട് അവസാനം തൂക്കി വിറ്റു. അവസാനം പൂർവ്വ ഔസേപ്പ് ഈജിപ്തിലെ പരമാധികാരിയായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ കൈവീശി കാണിച്ച് ഉറങ്ങല്ലേ, ഈ സഹോദരന്മാരെ ദാരിദ്ര്യം കൊണ്ട് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ അവസാനം എന്ത് പറഞ്ഞു? അവസാനം പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്തോ ഒരു ഡ്രാമാറ്റിക് പോയിൻ്റാന്ന് നോക്കി. എന്തോ ഒരു വലിയ ഒരു സംഭവമാണ് നോക്കി. അവരിത് കേട്ടപടി അവർ ഭയന്ന് വിറച്ച് കഴിഞ്ഞടാ, പണി കഴിഞ്ഞ്, ഇനി ഞങ്ങളോട് ഇവൻ പകരം വീട്ടും, നമ്മളെല്ലാവരെയും ഇപ്പം കൊന്നു കളയുന്നതിന് ഇവർ വിചാരിച്ചു. കാരണം ഇവരതുപോലെയല്ല അവനോട് ചെയ്തേക്കണേ. ഇവിടെയാണ് പുതിയ നിയമത്തിൻ്റെ ഒരു പ്രീഫിഗറേഷൻ എന്ന് പറയും. ജോസഫ് പറയണം, ഭയപ്പെടണ്ട, നിങ്ങളല്ല അതെന്നോട് ചെയ്തത്. അഥവാ നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. എന്നെ ദൈവമാണ് എല്ലാവരിലും മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. ലോകം മുഴുവനെയും നശിപ്പിക്കാതിരിക്കാൻ, ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടി എന്നെ അയച്ചിരിക്കുന്നതാണ്. നിങ്ങളതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും മക്കളും കന്നാലികളും എല്ലാം ഇങ്ങോട്ട് പോന്നോ, ഇവിടെ എൻ്റെ കൂടെ വസിച്ചോ. അതാണ് സ്വർഗരാജ്യം. ഇവിടെ എന്താ പ്രധാന കാര്യം? നിങ്ങൾ എന്നോട് ചെയ്ത തിന്മയെ ദൈവം നന്മയാക്കിയിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിൻ്റെ അന്തസത്ത. അത് പഴയ നിയമത്തിലുണ്ട്, പക്ഷെ നമ്മളത് ശരിക്കും കാണുന്നില്ല. ഇപ്പോൾ ഇന്ന് സുവിശേഷം വായിച്ചത്, അല്ലെങ്കിൽ ഒന്നാം വായന, ആദ്യ മാതാപിതാക്കളെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അതിനെ ശ്രദ്ധിച്ചോ? എന്താ അവിടെ വായിച്ചതെന്ന്? അവിടെ പറയാണ്, ഇനി നിങ്ങൾ കൈനീട്ടി, ഇനി അവർ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് എങ്ങാനുകൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാതിരിക്കാൻ അവരെ പുറത്താക്കി. അപ്പം എന്താ നമ്മളെല്ലാം ചെറുപ്പം പോലെ പഠിച്ചേക്കണത്? എന്താ? ആദവും ഹവ്വയെയും ദൈവം ശിക്ഷിച്ച് പുറത്താക്കി. നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഹോംവർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മളെ പുറത്താക്കിയിരുന്നു, ഇല്ല ടീച്ചർ? നമ്മൾ ആ മാതിരിയാണ് വിചാരിച്ചേക്കണേ. പുറത്താക്കി എന്ന് പറഞ്ഞാൽ ശിക്ഷ. അങ്ങനെയല്ല. എന്താണ്? ഇനി അവർ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി എങ്ങാനും പറിച്ച് ഭക്ഷിച്ചാൽ അവർ അമർത്യരാകും. അങ്ങനെ അമർത്യരാകാതിരിക്കാൻ അവരെ പുറത്താക്കി. എന്താ അമർത്യരാകണത്? നല്ല കാര്യമല്ലേ? പക്ഷേ എന്താണ് അപ്പോഴത്തെ അവരുടെ അവസ്ഥ? ഒന്ന് കൈവീശി കാണിച്ച്. പാപാവസ്ഥയാണ്. ഉത്ഭവപാപത്തിലൂടെ അവരുടെ ആത്മാവിൽ നിന്നും ദൈവിക ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതിനെയാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തെ വിട്ടു പോകുന്നതിനാണ് മരണം. ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപാടിനാണ് മരണം. ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ്